ഇവന്മാർ നമ്മൾ 4 പേരെ ഇന്ന് കൊണ്ടുവന്നതാണ്. ഈ മീനിൻ്റെ പേര് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന അതെന്തൊരു മീനാണ് അറിയാം? വങ്കട. എല്ലാം വങ്കട, ഇവിടെ വങ്കടയേ ഉള്ളൂ. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പം നമ്മളിന്ന് ബൈക്കോട്ടൊക്കെ എന്താ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഡോഗ്സിൻ്റെ ഒക്കെ കൂണ്ട അപ്പുറത്തുള്ള ആ ഒരു നമ്മുടെ പടുതാക്കുളമല്ലേ, ആ ഒരു പടുതാക്കുളത്തിനകത്തോട്ട് കുറച്ച് മീനുകളെ മേടിക്കണം. പിന്നെ പടുതാക്കുളം വറ്റിച്ചിട്ട് കുറേ നാളായി, അതുകൊണ്ട് തന്നെ നമുക്ക് ആ പടുതാക്കുളമൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് എടുത്ത് അതിനെ ഒന്ന് വൃത്തിയാക്കി അതിനകത്തുള്ള പഴയ മീനുകളെയൊക്കെ ഒന്ന് കണ്ട് പുതിയ വെള്ളമൊക്കെ നിറച്ച് കുറച്ച് മീനുകളെയൊക്കെ മേടിക്കുന്ന കലാപരിപാടികൾ. അപ്പം ഞാനും സച്ചും ഉണ്ട്, ഞങ്ങൾ ബൈക്കൊക്കെ എടുത്ത് പുറത്ത് വെച്ചേക്കുവാണ്. ഞങ്ങൾ പോയി അപ്പോഴത്തേക്ക് കുറച്ച് മീനുകളെ മേടിക്കാം. ആ സമയം കൊണ്ട് പടുതാക്കുളത്തിലെ വെള്ളം വറ്റിയേം വേണം, അതായത് വറ്റിച്ചടിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വിട്ടതിന് ശേഷം വേണം മീൻ മേടിക്കാൻ വേണ്ടി പോകാൻ. അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് വിട്ടിട്ട് മീൻ മേടിക്കാൻ പോയിട്ട് ഇതാ വരുന്നു. വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ ഞാൻ അടുത്ത് പറയാം. ആ പോട്ടെ, സൂപ്പർ വള കേട്ടത്. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, കണ്ട. ഇതൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന മീൻ താണ്ടോ, ഇതാണ്ടോ. യെസ്, കണ്ട, ഇതൊരു മീനാണ്, ക്യാറ്റ് ഫിഷ് പോലത്തെ ഒരു മീനാട്ടോ, കണ്ട. ഇങ്ങോട്ട് നിട്ടുന്നേ ഉള്ളൂ. ഇതിനകത്താണെങ്കിൽ നമ്മുടെ ഓസ്കാർ ഉണ്ട്. ഇവരെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നിട്ട് കൊത്തിയൊക്കെ ചെയ്യും, പക്ഷെ അവർക്കും ഒന്നും പറ്റത്തില്ല കേട്ടോ. ശരിക്ക് കരിയിലുണ്ട്. സൂപ്പർ വളക്കൂറുള്ള വെള്ളമാണ്, ചെടിക്ക് ഒഴിക്കാമെങ്കിൽ പൊളിക്കും. അപ്പം കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടാങ്ക് അത്യാവശ്യം മോട്ടറിൻ്റെ ലെവൽ വരെ വറ്റിയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മീനുകളെ പിടിച്ച് മാറ്റിയതിന് ശേഷം ഇത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ സമയം 6 മണിയായി. അപ്പോൾ അതിനനുസരിച്ചുള്ള വെട്ടക്കുറവുകളും കാര്യങ്ങളൊക്കെ ചിലപ്പം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്നിനെ പിടിക്കാനുള്ള പ്ലാൻ നോക്കട്ടെ. ഇതിനകത്ത് നമുക്കൊരു സെറ്റപ്പ്, ഒരു സക്കറുണ്ട്. ആ സക്കറിനെയാണ് ഞാൻ നോക്കുന്നത്. കണ്ടോ, കരയുവാണോ? അമ്മച്ചി കരയുന്നുണ്ടോ? താണ്ട ഒരെണ്ണം താണ്ട കണിയോ പിടിക്കട്ടെ. മുള്ളുണ്ട് കേട്ടോ. കരയുന്നുണ്ടോ? കരയുന്ന കേട്ടോ. ബഹളം പറയുന്നത് ഇതമ്മ. ആ പിടിയുള്ളൂ, അതിനടുത്തുണ്ടോ? അതിനകത്ത് നമുക്ക് ഇനി ബാക്കിയുള്ള മീനുകളെ പിടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിനെയൊക്കെ കൈ കൊണ്ടെടുത്ത കൈ മുറി ഉറപ്പാണ്. ഞാൻ പിന്നെ തരാം മാറി തിന്നിട്ടും മടുത്തില്ല. സംഭവം നമ്മൾ കുളത്തിൻ്റെ വീഡിയോയുടെ പറയാൻ ഇവരെ അഴിച്ചിട്ടുള്ള സമയം പോയി. ഇനി വേണം കുളത്തിൻ്റെ മീനെല്ലാം പിടിക്കാം. അപ്പം നമുക്ക് പശുവിനെ കൊണ്ട് കെട്ടി ഇനി നമുക്ക് മീൻ പിടിക്കാം. ചിലപ്പം പുറം മൊത്തം ചിലപ്പം വെള്ളം തെറിപ്പിക്കുന്നു. എല്ലാവരും തെറിപ്പിക്കത്തില്ല. ചാടായിരിക്കും, ചാടാ.
എന്ത് എന്താ വലിയ എണ്ണം കാണുന്നുണ്ട്. എത്ര ആടാ അത് പാള? 3 എണ്ണം. ഒരാളിങ്ങനെ കാണാം. വേണ്ട വേണ്ട ഇത് സാർ നമുക്ക് അതിനകത്ത്. അയ്യോ ഇനി പറ്റല്ലേ മോനെ. വെള്ളം അത്യാവശ്യം അതൊക്കെ നമ്മളെ കുഞ്ഞിനെ കൊണ്ടിട്ടോ ചെന്നൈന്ന് വന്നേ. വന്ന് അണ്ണൻ കാല് വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് ഓടി കാല് വെച്ചിരിക്കുന്നുണ്ട്. ഉണ്ടോ എത്ര നോക്കെ കിടന്നോക്കെ ഒരു 4 പേര്. ഇവിടെ നമ്മുടെ ഒരു പാവം കഴിക്കണമേ. അത് മാത്രമേ ഉള്ളൂ പിടിച്ചതിൽ. ഓക്കിയെടുത്തങ്ങനെ കിട്ടണം. പറഞ്ഞാൽ ചെന്ന് വീഴണം. ഓടെ എന്ത് കാണിക്കുക? അടി വേണോ? ആ ഇന്റർലോക്കിന്റെ ഇടയ്ക്ക് നിന്ന് മൊത്തം മണ്ണ് നീക്കിയെടുക്കുക. ഇത് 2-3 എണ്ണേ ഉള്ളായിരുന്നല്ലോ ആ പാക്കറ്റ്. ഇത് കുറച്ചല്ല, പക്ഷെ അവരെല്ലാം ഉണ്ട്. ബാക്കിയൊക്കെ ഈ നമ്മളില്ലാത്തപ്പോഴതിനകത്ത് ഏതാണ്ടൊക്കെ ഒന്ന് ഇറങ്ങും. ഞാൻ പിടിച്ചോണ്ട് പോകുന്നില്ല. ഒരാളെങ്ങളുണ്ട് അതിനോട് തപ്പിയെടുക്കണം. അത് ഞങ്ങൾ തപ്പിയെടുത്തോളാം. ഓക്കെ, അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കാം. അയ്യപ്പ ഇനിയാണ് മോനെ എല്ലാ പരിപാടി. മോട്ടർ പിടിക്കാനുള്ള അത്രയും പിടിച്ച് ഇനി നമ്മൾ നമ്മുടെ രീതിയിൽ വെള്ളം ഇങ്ങനെ ഒരു കളയാം. സമയമെടുക്കും. ഈ വേനൽ സമയമാകുമ്പോഴത്തേക്ക് ഫുള്ള് കരിയിലാട്ടോ, മൊത്തം കച്ചറയാണ്. കരിയില ഭയങ്കര ശല്യമാണ്. അതെന്തൊരു മീനാ മതിയോ? വങ്കട. ആ എല്ലാം വങ്കട. ഇവിടെ വങ്കടേ ഉള്ളു. വെള്ളം ഞാൻ ഇറങ്ങുവാണേ. ഓക്കെ, ഇവിടെ കല്ല് വെക്കണം. നമ്മുടെ മോട്ടർ വെക്കുന്ന ഇവിടെ ആക്കണം. മോട്ടർ ഇതിനകത്തൊന്നും ഇരുന്നുണ്ട്. പട്ടിയുടെ രോമം. ഇവിടെ നമ്മുടെ മോട്ടർ അതിന് കച്ചറ ഉണ്ടോയെന്ന് അറിയത്തില്ല. കച്ചറയൊന്നുമില്ല. ഇങ്ങനെ ഇടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വളച്ച് അതിന് നാളെ രാവിലെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ശരിയല്ലേ? അപ്പം ഇനി ഞാനങ്ങ് കയറുക. അയ്യപ്പ, ഇനി നമ്മൾ വെള്ളം തുറന്നുള്ളതാണ്. ദേ ആശാൻ ഇങ്ങനെ അങ്ങോട്ട് വിട്ടു. ദേ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോളും. പിന്നെ നമ്മൾ ഇവിടുന്ന് അപ്പുറത്തുനിന്ന് ഒരു ഓസിനകത്തും കൂടെ നമ്മൾ ഷണ്ണാപ്പി വെള്ളം ഇച്ചിരി എടുത്തോളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് നിറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവനെ എടുത്ത് ഇതിനകത്തോട്ടിടാം. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് നാളെ എടുക്കാൻ പറ്റത്തുള്ളൂ. നാളെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നിറച്ചും വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തോ മാരെ നമ്മൾ തിരിച്ച് തന്നെ ഇടുവാണേ. നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ കയറാം ഇങ്ങോട്ട്. രണ്ടോമാർ കയറി സെറ്റപ്പ് നിങ്ങളാണ്. കണ്ട് ഇടുവാ. ഇതോ ഇടുവാണേ.
പോടാ 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 പോന്നില്ലേ? യെസ്, ഇത് രണ്ടോമാരും കൊണ്ട് പറ പറ പറ. വെച്ച് വലുതാട്ടോ. പോടാ പോടാ പോടാ. ഇതാണ്ട് അടുത്ത കയറാൻ കൊണ്ട്. യെസ്, എന്തു പറയും വെള്ളത്തിനൊരു അഹങ്കാരം. ചീറ്റി കളിക്കുന്നു. ചീറ്റി നടാ വൃത്തിയെത്താണ്. അതുപോലെയല്ല നീ പറഞ്ഞാലൊക്കെ ഞാൻ അടുത്ത എടുക്കാം. ഓ യാ, എന്നാ അവന് ഇപ്പോഴും ഇടാണ്ട. കുഴപ്പമില്ല, എന്നൊക്കെ സെറ്റ് ചെയ്ത് പോന്ന് നോക്കണം. കുഴപ്പമൊക്കെ ഞാൻ അടുത്ത പോന്ന് നോക്കണം. താറപ്പ കീറുന്നുണ്ട്. ഇവന്മാരെ പിടിച്ച് നോക്കണം. ഇവന്മാരെ പിടി വെച്ചിട്ട് പാടൊന്നുമില്ല. ഞാൻ കൈകൊണ്ട് എടുക്കണം. വട 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 വട. ആ പൊട്ടി വട വട. ആ പൊട്ടി പൊട്ടി പൊട്ടി. വട 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 വട. പൊട്ടി പൊട്ടി. ഇനി ഒരാൾ കൊണ്ട് വട വട. അയ്യോ ഓ ചാടും. യെസ്. അപ്പം ഇനി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് റോക്കി പറ. ഇനി ചെയ്തു. ഇനി അടുത്ത് വാ. അപ്പം റോക്കി പറ, നമ്മുടെ ബാക്കിയുള്ള അപ്ഡേഷൻ വീഡിയോ നാളെ രാവിലെയും കൂടി എടുത്തതിന് ശേഷം ഞങ്ങൾ അപ്ലോഡ് ചെയ്തോളൂ. പറഞ്ഞു അവർ നോക്കി പറ. നാളെ വരെ കാത്തിരിക്കാൻ പറ. നക്കാനല്ലടാ, നക്കി കാത്തിരിക്കാൻ പറയടാ. ഓ ഹായ് ഷെയ്ക്കാൻ. അപ്പോൾ നാളെ കാണാം. ബൈ. അതേപോലെ ഒരു കാര്യം നമ്മൾ മറന്നുപോയി. സച്ച് പറഞ്ഞപ്പോഴേ ഓർത്ത് ഇതേ ഉണ്ടോ. ഇവന്മാർ നമ്മൾ 4 പേരെ ഇന്ന് കൊണ്ടുവന്നതാണ്. ഈ മീനിൻ്റെ പേര് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എത്ര പേർക്ക് ഈ മീനിൻ്റെ പേരറിയാൻ നമുക്ക് നോക്കാം. വേണമെങ്കിൽ അടുത്ത് വെച്ചാണ് വെച്ചു. അടുത്തോട്ട് കാണിച്ചോളൂ. കണ്ടോ, ഇതുമാതിരി മുഷി ടൈപ്പ് ഒരു സാധനമാണ്. പക്ഷേ ഇത് വേറൊരു ലുക്കാണ്. അപ്പം അവന്മാരെ ഇതിലിടുന്നത് തെറ്റാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇവന്മാരെ കൂടി ഇതിനകത്തോട്ട് റിലീസ് ചെയ്യണം. കണ്ടോ കണ്ടോ, നോക്കിയോ ഓക്കെ. ഇടുവാന്നേ ഗ്ലിങ് 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 ആരും പോയ പോക്കുണ്ടോ. അത് ചുരുക്കുണിയും പോയുണ്ടോ. അവന്മാരും കൂടെ കിടന്ന് വളരട്ടെ. അടുത്ത നമ്മുടെ കുളം വറ്റിക്കുമ്പോൾ ഇവന്മാരുടെ സൈസ് എന്തുവാണെന്ന് അടുത്ത കുളം വറ്റിക്കുമ്പോൾ നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് ഇനി അടുത്ത് പോവാം. നമ്മുടെ ടാങ്ക് ദേ അടിപൊളിയായിട്ട് നിറഞ്ഞിട്ടുണ്ട്. മീനുകളൊക്കെ അത്യാവശ്യം കാണാൻ പറ്റും. ആകെയൊന്നും ഫോം ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് 2 ഷാർക്കാണ് കേട്ടോ. വൈറ്റ് ഷാർക്ക്. നമ്മൾ വൈറ്റ് ഷാർക്ക് ഉണ്ടായിരുന്നു, അത് പോയി. ഈ 2 ഇപ്പോൾ കൊണ്ടുവന്ന് കുറേ നേരമായി ഇട്ടിട്ട്. അപ്പം ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. വേണ്ട വൈറ്റ് ഷാർക്ക് കണ്ടോ, സെറ്റപ്പാണ് കാണാൻ. ഇവനെ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് റിലീസ് ചെയ്യണം. എനിക്ക് അരിക്കാനൊന്നും സമയമില്ല. ഓക്കേ, തന്നെ നോം അതിന് ഒരാൾ പോയി, ഒരാൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അടുത്താൾ സൈഡിൽ കൂടെ പോകും. അവർ 2 പേരും അങ്ങനെ അതിനകത്ത് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഫുഡ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുകളെല്ലാം അവിടെ കിടക്കട്ടെ. അതിൻ്റെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നുണ്ടല്ലോ, നമുക്കൊരു പാത്രം ഉണ്ട്, അതിലൂടെ വാരി ഇട്ടേക്കും. എടുക്കാൻ വരുന്നവർക്ക് അങ്ങ് കൊടുത്തു കൊടുക്കും. അപ്പം നാണ്ടെ നമ്മുടെ മീനുകൾ ഇപ്പം ഇണങ്ങി ഫുഡ് എടുക്കുമല്ലോ നമുക്കറിയാം. ഒരു ആവശ്യമില്ല തോനെ ഫുഡൊന്നും കൊടുക്കണ്ട. അത്യാവശ്യം വേണ്ട അവർക്ക് തിന്നാൻ പറ്റുന്നത്ര ഫുഡ് അങ്ങോട്ട് കൊടുക്കും കേട്ടോ. ഇപ്പം സ്മെല്ലടിച്ച് വരുമില്ലോ നോക്കാം. ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പിന്നെ പുള്ളിക്കാരന്മാർ വന്ന് എടുത്തോളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം നല്ല വെള്ളം മാറാം. ഒരാൾ കണ്ടുണ്ട് അതല്ല നമ്മളിപ്പോൾ ഇട്ട മീനാട്ടോ പൊങ്ങി വന്ന്. അതാണ് ഇവിടെ കുറച്ച് ടീമുകളാണ് ഇപ്പം കൈ കൂടെ പോകുന്നുണ്ട്. കണ്ട് യെസ്, ഒരാൾ കണ്ടു തുടങ്ങണ്ട. നമ്മുടെ മീനുകളെല്ലാം വന്ന് ഫുഡിങ്ങുണ്ട്. അടിപൊളി. നമ്മുടെ വലിയ ഷാർക്കുകളൊന്നും വന്നിട്ടില്ല. 4 പേരുണ്ട്. അവന്മാരും ഒരാൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അവന്മാരും പെട്ടെന്ന് വന്ന് ഫുഡൊക്കെ അടിക്കും കേട്ടോ. അത് കാണുന്നുണ്ടോ കൊച്ചു അതിനകത്ത്? ആണോ? ഓക്കെ. നമ്മളെ പിന്നെ വലിയ ഷാർക്കുണ്ട്, ചെറിയ ഷാർക്കാണ് ഇവിടെ കിടന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരില്ല അക്വാറിയത്തിൽ നിന്ന് ചെറിയൊരു ടാങ്കിൽ നിന്ന് വലിയൊരു കുളം കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് തോന്നുന്നു. കിടന്ന് ഓടുക.
പോകാനാ പറയുന്നത്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ പറയടാ ബൈ.